മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ഇന്ത്യയ്ക്ക് റാണയെ കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി യുഎസ് സുപ്രീം കോടതി തള്ളിയതിനു പിന്നാലെ ഇന്നലെയാണ് റാണയെ കൈമാറിയത്. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൌരനുമായ തഹാവൂർ റാണ ലോസ് ആഞ്ചലസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് കഴിഞ്ഞിരുന്നത്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, മുംബൈ ഭീകരാക്രമണ കേസിലടക്കം ഇന്ത്യ തിരയുന്ന ഇന്ത്യ നോട്ടപ്പുള്ളിയായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് തഹാവൂർ റാണ. ഇന്നലെ NIA ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. എങ്ങനെയായിരിക്കും റാണയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക വിമാനത്തിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലുണ്ട്. മറ്റൊന്ന്, തിഹാർ ജയിലിലേക്ക് പ്രത്യേക സെല്ലിലേക്ക് മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ജയിലുകളിൽ ഈ റാണയെ തങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിച്ചിരുന്നു. നമുക്കറിയാം, 2020 മുതലാണ് ഈ റാണയെ, ഈ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ സഹായിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റാണയെ 2020 മുതലാണ് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഎസിനെ ഇന്ത്യ സമീപിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 2023 ജനുവരിയിൽ ഈ റാണയെ കൈമാറാമെന്ന് യുഎസ് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ഫെഡറൽ കോടതികളിൽ റാണ സമീപിക്കുകയായിരുന്നു. ഇന്ത്യക്ക് ഒരു തരത്തിലും തന്നെ കൈമാറാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതികൾ സമീപിക്കുകയും തുടർന്ന് ഈ 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. യുഎസ് സുപ്രീം കോടതിയും ഈ തീരുമാനം, യുഎസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്നുള്ള തീരുമാനം ശരിവെക്കുകയും ചെയ്തതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം NIA ഉദ്യോഗസ്ഥർക്ക് യുഎസ് റാണയെ ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തതായാലും നമുക്കറിയാം, 2008 മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അതിൽ മുഖ്യ സൂത്രധാരനായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ, ഈ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഇമെയിൽ സന്ദേശമടക്കം കൃത്യമായ വിവരങ്ങൾ കൈമാറിയെന്നുള്ള ആരോപണമാണ് പ്രധാനമായും റാണയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ റാണയെ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യമായി ഇന്ത്യ രംഗത്തുണ്ടായിരുന്നു. 2020 ഔദ്യോഗികമായി നിയമ നടപടികളിലേക്ക് കടന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക വിമാനത്തിൽ NIA ഉദ്യോഗസ്ഥരുമായി റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കും. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കുകയാണ്.